അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അൽറഹൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്, ഇന്നലെ നമ്മൾ മക്കളോടുള്ള കടമകൾ എന്ന തഴവ ഉസ്താദിൻ്റെ ബൈത്ത് പാർട്ട് 1 ആണ് ഇട്ടത്. ഇന്ന് പാർട്ട് 2 ആണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രാർത്ഥിക്കുവാനിരിക്കുന്ന സമയം നിന്നെയും ഓർമ്മിക്കുവാനവരുണ്ട് ഇവരല്ലാതെയും. ഇല്ലെന്ന് വന്നാൽ കുട്ടികൾ ഒരു വീട്ടിലെ ബറക്കത്തും അതിലില്ലെന്നുമുണ്ട് ഹദീസിലെ. ഇതുപോലെ ബൂശൈഖ് എന്നവർ പറയുന്നതാ, അത് ഇബ്നു അബ്ബാസിൻ്റെ കൈവൈ വന്നതാ. ഉരമുള്ള രീതി നീ എപ്പോഴും എടുക്കണ്ട, അവർക്കെപ്പോഴും അത് ഭാരമാണതു കൊണ്ട. മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ, രുചിക്കാത്ത വിഭവം ഏവനും വെറുക്കുന്നതാ. മയമെപ്പോഴും അവരോട് നീ കാട്ടേണ്ടതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. മകൾ ഫാത്തിമ വരുന്നെന്നു കണ്ടതുകൊണ്ട് നബി ചെന്ന് സ്വാഗതം ചെയ്യലും പതിവുണ്ട്. നബിയും സ്വഹാബത്തൊത്ത് നിസ്കരിക്കുന്നതായി എല്ലാവരും വഴി പോലെ തന്നെ സുജൂദിലായി. ഉടൻ തന്നെ സയ്യിദുനാ ഹുസൈൻ കയറുന്നതായി. നബിക്കുള്ള പിഴടിയിൽ തന്നെ താൻ ഇരിക്കുന്നതായി. ഇറങ്ങുന്ന സമയം വരെ സുജൂദും നീട്ടലായി. അനുയായികൾ അറിയാതെയും കിടക്കുന്നതായി. നിസ്കാരശേഷം കാരണം തിരക്കുന്നതായി. പറയുന്നു, ഈ മകൻ എന്നെ വാഹനമാക്കലായി. അവൻ്റെ ആഗ്രഹം തീർക്കാതെ ഞാൻ ഉയരുന്നത് എനിക്കിഷ്ടമില്ലതു കൊണ്ടു തന്നെ നീണ്ടത്. ഓർത്തൊന്നു നോക്ക് സഹോദരന്മാരെ, ഇത് അല്ലാഹുവിൻ്റെ റസൂല് മാതൃക കാട്ടിയത്. ഒരു 3 കാര്യം ഇതിൽ നമുക്കുണർത്തുന്നതാ. അതിലൊന്ന് സാജിദ് റബ്ബിനോടടുക്കുന്നതാ. മറ്റൊന്ന് കുട്ടികളിൽ മയം ചെയ്യുന്നതാ. ഉമ്മത്തികൾ പഠിക്കേണ്ടതിന്നും ചെയ്തതാ. സന്താനത്തിൻ്റെ ഇടയിൽ സമത്വം സുന്ന, അത് ചുംബനം തന്നെങ്കിലും ശരി തന്നെ. അതുകൊണ്ട് ഓഹരി നിന്റെ ജീവിതകാലമിൽ
ചെയ്താൽ സമത്വം വേണമെല്ലാ മക്കളിൽ. ഇതാണ് പെണ്ണെന്നുള്ള വീക്ഷണമില്ല. മൗത്തിന്റെ ശേഷം ഉള്ള വിധി പോലല്ല. അറിവും മഹത്വം മറ്റു ശ്രേഷ്ഠത കൊണ്ട് സമത്വത്തിലുപരി കൊടുത്തിടാമെന്നുണ്ട്. അതുപോലെ ശല്യം മറ്റുപദ്രവം കൊണ്ട് കുറക്കുന്നതിൽ അനുവാദവും നിനക്കുണ്ട്. അതുമാത്രമല്ല നിനക്ക് നല്ലുറപ്പുണ്ട്. ദോഷത്തിലെ ചെലവാക്കലുള്ളത് കൊണ്ട് എന്നാൽ കൊടുക്കൽ തെറ്റു തന്നെന്നുണ്ട്. ഇതുപോലെ തുഹഫത്തുൽ ഇബാദിലും അതുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു ആയിഷ മഹദിയിൽ, അതുപോലെ ഉമർ ഫാറൂഖ് പുത്രൻ ആസിമിൽ കൊടുത്തിട്ടുമുള്ളവരാണ് തുല്യത ഇല്ലതിൽ. ദീനിന്റെ ശ്രേഷ്ഠത വ്യക്തമാണീ മക്കളിൽ. ആവശ്യമുള്ളത് കൊണ്ട് കൂടുതൽ ചെയ്തിടാം. അതുകൊണ്ട് കേസില്ലെന്ന് നിയമമെടുത്തിടാം. നോക്കാം നിനക്കത് മൻഹജിൽ കാണുന്നതാ. ഹിബത്തിന്റെ ബാബിൽ വ്യക്തമായി പറയുന്നതാ. മക്കളെ ശപിക്കൽ സോദര തെറ്റുള്ളതാ. അത് നീ തെന്നെങ്കിലും കേസുള്ളതാ. അതുമാത്രമല്ലത് സ്വന്തം മുതലിൽ തന്നെയും പാടില്ലൊരിക്കലുമേ ഹദീസാണൊക്കെയും. ഇതുപോലെ അബൂദാവൂദ് മുസ്ലിമിലുള്ളതാ. കൂടാതെ വേറെ ഹദീസിലും വിവരിച്ചതാ. ചോദ്യത്തിനുത്തരമുള്ള സമയത്തോടിത് മുട്ടുന്ന നേരത്താണ് കൈ കടിക്കുന്നത്. നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവർ വളരേണ്ടതാ. ഇടമഴ ലഭിച്ചാൽ ചെടികളും തഴക്കുന്നതാ. പിഴച്ചെന്ന് കണ്ടാൽ കൈ ഉയർത്തി നീ തേടണം. അത് മാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം. എന്നാൽ നിനക്ക് ഫലപ്പെടുന്നൊരു രീതിയിൽ അല്ലാഹു തന്നെ ശരിപ്പെടുത്തും ഭാവിയിൽ. പടുവൃദ്ധനഹിയ ഫസില സ്വന്തം പുത്രനും ഹാറൂനവർക്ക് ജയിൽ വിധിച്ചൊരു കേസിലും തണുപ്പുള്ള വെള്ളം അസഹ്യമാണ് പിതാവിനും. എന്നുള്ളതോർത്തും വ്യസനമായി തൻ പുത്രനും. വീടല്ല ജയില മാർഗം മതിലെന്തെന്ന് ചിന്തിച്ചുകൊണ്ട രാത്രിയിൽ കിടക്കുന്ന സ്വന്തം പിതാവ് ശരിക്കും നല്ലുറക്കത്തില. തകപ്പന്റെ കാര്യത്തിൽ മകൻ ദുഃഖത്തില. പാറാവുകാരനെ ഫസലു ചെന്നു വിളിച്ചതായി. വെള്ളം ഒരൽപ്പം വാങ്ങി കൈവശമാക്കലായി. താൻ തൻ്റെ സ്വന്തം ഹാർട്ടിനോടടുപ്പിച്ചതായി. വെളുക്കുന്ന സമയം കൊണ്ട് ചൂടാക്കുന്നതായി.
സുബഹിക്ക് നിസ്കരിക്കാൻ പിതാവെഴുന്നേൽക്കലായി വുളൂഇന്റെ കാര്യം കൊണ്ട് താൻ വിഷമത്തിലായി ചൂടായ വെള്ളമെടുത്തുടൻ കൊടുക്കുന്നതായി മകനെ ഈ ഹബ്സിൽ വെച്ചിതെങ്ങനെ സാധ്യമായി ചൂടാക്കല പതിവെന്നെനിക്കറിവുള്ളതാ അല്ലാതിരുന്നാൽ ബാപ്പ വിഷമിക്കുന്നതാ വേണ്ടുന്ന മാർഗം ഇവിടെ തന്നില്ലാത്തതായി അതുകൊണ്ട് പാത്രം ഹാർട്ടിനോടടുപ്പിക്കലായി ഹാർട്ടിന്റെ ചൂടേറ്റിട്ട് ചൂട് പിടിച്ചതാ അല്ലാഹു തന്നതിലേക്ക് വഴി കാണിച്ചതായി ഇത് കേട്ട് യഹ്യ പറഞ്ഞു പോയി റഹ്മാനേ നരകത്തെ നീ കാക്കൻ്റെ കുഞ്ഞിന് കോനേ അവർക്കുള്ള കൽബ് ചെറുപ്പമിൽ വെറും പാത്രമാ നിനക്കുള്ളതൊന്നും നിറക്കുന്നതൊന്നും തന്നും അതിൽ സ്വീകാര്യമാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.